പ്രേമത്തെ ശക്തവും സത്യസന്ധവുമായി അവതരിപ്പിച്ച വേറെ എഴുത്തുകാരില്ല. അനുരാഗത്തിന്റെ ദിനങ്ങളിൽ ദേവിയുടെയും ബഷീറിന്റെയും പ്രണയത്തിലൂടെ ആത്മാവിന്റെ ദാഹം മാത്രമല്ല ശരീരത്തിന്റെ ദാഹം കൂടിയാണ് പ്രണയമെന്ന് പറയുന്നുണ്ട് ബഷീർ. ശരീരത്തോടുള്ള ആഗ്രഹവും ബാക്കി നിർത്തിയുള്ള വിശുദ്ധ പ്രണയമൊന്നും ബഷീറിന് വശമില്ല. അടിവയറിൽ ആളിക്കത്തുന്ന വിശപ്പുമായി ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്ന ഒരമ്മയെ കാണിച്ചാണ് ബഷീർ ശബ്ദങ്ങളിൽ നമ്മെ നടുക്കുന്നത്. വിശപ്പിൻ്റെയും പ്രണയവിശപ്പിൻ്റെയും പരിണാമങ്ങളിലൂടെയാണ് ബഷീർ ആ നോവലിലൂടെ മനുഷ്യാവസ്ഥയുടെ മഹാസങ്കടങ്ങൾ അളക്കുന്നത്. ബഷീർ സാഹിത്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന രചനയാണ് ശബ്ദങ്ങൾ. അത്യന്തം വിപ്ലവകരമാണത്. ബാല്യകാല സഖിയും പാത്തുമ്മയുടെ ആടുമൊക്കെ ഒരുപക്ഷെ മറ്റെഴുത്തുകാർക്കും എഴുതാനായിരിക്കും. പക്ഷെ ശബ്ദങ്ങൾ ജീവിതത്തിന്റെ സകലമാന വ്യവസ്ഥകളും തട്ടി നിരപ്പാക്കി കളയുന്ന ഒരു സാഹിത്യ ശില്പമാണ്. ശബ്ദങ്ങളിലെ പട്ടാളക്കാരനാണ് മലയാളത്തിലെ ആധുനിക നായകനെന്ന് പറയുന്നവരുണ്ട്. ആ നായകൻ നേരിടുന്ന ഭീകര അനുഭവങ്ങൾ കാരണം നോവൽ അശ്ലീലമെന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുമുണ്ട്. മരണത്തേക്കാൾ ഭയാനകമാണ് ജീവിതമെന്നാണ് ആ ശബ്ദങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൺവേശികളും പെൺവേശികളും സ്വവർഗഭോഗികളും യാചകരും രോഗികളും കുറ്റവാളികളും നിറഞ്ഞ ശബ്ദങ്ങൾ മലയാള സാഹിത്യം അതുവരെ കണ്ട മധുരോദാര ലോകത്തിന്റെ മറുവശമാണ്. അതായത് നല്ല കഥകൾ കൊണ്ട് മാത്രമല്ല ചീത്ത കഥകൾ കൊണ്ട് കൂടിയുമാണ് ബഷീർ മലയാളത്തിന്റെ വലിയ എഴുത്തുകാരനാകുന്നതെന്നർത്ഥം. ജീവിതത്തിന്റെ ഇരുണ്ട സദാചാര മൂലകളെ സാഹിത്യത്തിന്റെ പൂമുഖത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു ബഷീർ. പാവപ്പെട്ടവരുടെ വേശ്യ എന്നൊരു കഥ എഴുതാൻ ബഷീറിന് മാത്രമേ കഴിയൂ. ഭഗവത്ഗീതയും കുറെ മുലകളും എഴുതാനും ബഷീറിന് ധൈര്യമുണ്ടാകൂ.